ഹലോ ഗെയ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു താളിയെ കുറിച്ചിട്ടാണ്. നാടൻ താളിയാണ്. നമ്മൾ വീട്ടിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു താളിയാണിത്. മുട്ടോളം മുടിയൊന്നും ഇല്ലെങ്കിലും കട്ടിയുള്ള കേടുപാടുകളൊന്നും ഇല്ലാത്ത മുടി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? നമ്മളെല്ലാവരും വീട്ടിൽ താളിയൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും അത് നമ്മുടെ മുടി സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും നമ്മൾ ചെമ്പരത്തി താളിയാണ് ഉപയോഗിക്കുന്നത്. ചെമ്പരത്തി താളിയാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത്. ഇതിൽ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ താളി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എൻ്റെ മുടിയുടെ ഒരു നല്ല ആരോഗ്യം കിട്ടുന്ന ഒരു നല്ല താളിയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു താളിയാണ്. അതാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിലാദ്യമായിട്ട് വേണ്ടത് നമുക്ക് പനിക്കൂർക്കയാണ്. പനിക്കൂർക്കയുടെ ഇത്ര ഇലയൊന്നും വേണ്ട, അപ്പം ഞാൻ വീഡിയോയ്ക്ക് എടുത്താണ്. ഞാനിന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് 2 പേർക്കുള്ള ഒരു താളിയാണ്, ചെമ്പരത്തി താളിയാണ്. നമുക്കെല്ലാവർക്കും ഒത്തിരി മുടി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നമ്മൾ മുടി സംരക്ഷണത്തിന് വേണ്ടി പല ഉൽപ്പന്നങ്ങളും നമ്മുടെ തലയിൽ തേച്ച് പരീക്ഷിക്കാറുണ്ടെങ്കിലും ഇതുപോലുള്ള നാടൻ രീതിയിലുള്ള താളികൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുടി സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള നാടൻ കറിവേപ്പില, അലോവേര, കറ്റാർവാഴ, അതൊക്കെയാണ് നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി ഇത് നാടൻ ചെമ്പരത്തി പൂവാണ്. 5 ഇതളുള്ള ചെമ്പരത്തി പൂവാണ് നമ്മൾ എപ്പോഴും താളി ഉപയോഗിക്കുമ്പോൾ എടുക്കേണ്ടത്. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സാധാരണ ചെമ്പരത്തി പൂവോ ചെമ്പരത്തി ഇലയൊക്കെ എടുക്കാവൂ. നാടൻ ചെമ്പരത്തി ഇലയും നാടൻ ചെമ്പരത്തി പൂവാണ് ഞാനിതിപ്പം നമ്മുടെ താളിയിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ കൈകളിൽ ഒതുക്കുന്ന അത്രയും ഒരു പിടി, ചെറിയൊരു പിടി തുളസി. തുളസി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ ഔഷധ സസ്യങ്ങളുടെ രാജ്ഞിയാണ് നമ്മുടെ തുളസി എന്ന് പറയുമ്പോൾ. അപ്പം അത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കണം. അതുപോലെ ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളത്തിന് നമ്മുടെ മുടിയെ തിളക്കം വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ്. ഇത് തലേ ദിവസം കുതിർത്ത് വെച്ച ഒരു ഉലുവയാണ്. ഒരു 2 സ്പൂൺ ഉലുവ വെള്ളത്തിൽ കുത്തി വെച്ചാണ്. നമുക്ക് ഈ വെള്ളം, ഉലുവ ഒരു ഇളം മഞ്ഞ കളറായിരിക്കും കുതിർത്ത് കഴിയുമ്പം. ആ വെള്ളം വേണമെങ്കിൽ നമുക്ക് കുടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം എൻ്റെ മുടിയുടെ രഹസ്യത്തിനുള്ള ഒരു താളിയാണിത്. ഞാൻ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ആഴ്ചയിൽ 2 തവണയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. തണുപ്പ് കിട്ടുന്നതോടെ നമുക്ക് നല്ല ഉറക്കം കിട്ടും. മുടിയുടെ സംരക്ഷണം മാത്രമല്ല, നമ്മുടെ തലയ്ക്ക് നല്ല ഒരു ആരോഗ്യം കിട്ടും. അതൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് വേണ്ടത്. അപ്പം ഈ കറ്റാർവാഴപ്പോള നമ്മൾ പറിച്ചതിന് ശേഷം കുറച്ച് സമയം മാറ്റി വെക്കേണ്ടതാണ്. അതിനകത്തൊരു മഞ്ഞ കളറുണ്ട് കേട്ടോ. ആ മഞ്ഞ കളറ് മാറിയതിന് ശേഷമേ നമ്മൾ എടുക്കാവൂ, അല്ലെങ്കിൽ അത് ചൊറിച്ചിലുണ്ടാക്കും. ആ മഞ്ഞ കളറ് നമ്മുടെ ചൊറിച്ചിലുണ്ടാക്കും. അതിനുശേഷം നമ്മളിങ്ങനെ മിക്സിയിൽ അരയ്ക്കാൻ പാകത്തിൽ ചെറുതായിട്ടിങ്ങനെ, ഒന്നിൽ മിക്സിയിൽ അരയ്ക്കുക, അല്ലെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ കല്ലിലൊക്കെയാണ് അരച്ചിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ മിക്സിയിൽ ആക്കി തുടങ്ങിയത്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, 5 ഇതളുള്ള ചെമ്പരത്തി പൂവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് എത്രയും ചെമ്പരത്തി പൂ കിട്ടുന്നു അത്രയും നല്ലതാണ്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ചെമ്പരത്തി പൂ, ഇല, ഇതൊക്കെ വെവ്വേറെ ഓരോന്നായിട്ട് വെച്ച് നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എൻ്റെ മുടി സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന താളിയിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ മാറാനും അതിനൊക്കെയാണ് നമ്മൾ തുളസി ഇല ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിലിപ്പോൾ എടുത്തേക്കുന്ന എല്ലാ ഔഷധ സസ്യങ്ങളും നമ്മുടെ മുടി സംരക്ഷണത്തിന് വേണ്ടി തന്നെയിട്ടുള്ളതാണ്. ഒന്നിനെയും പ്രത്യേകം എടുത്തു പറയാനില്ല. പിന്നെ പ്രത്യേകിച്ച് കഞ്ഞിവെള്ളം ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. കഞ്ഞിവെള്ളം മാത്രം നമ്മൾ തലയിൽ ഉപയോഗിച്ചാലുണ്ടല്ലോ, നമ്മുടെ തലയ്ക്ക് നല്ല, ആ മുടിക്കൊക്കെ നല്ലൊരു തിളക്കം വരും. അതാണ് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത്. നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കണം എന്നൊക്കെ പറയും. നമ്മുടെ മുടി സംരക്ഷണത്തിനും നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കണമെന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മൾ നാടൻ ചെമ്പരത്തി ഇല, നാടൻ ചെമ്പരത്തി പൂ തന്നെ ഉപയോഗിക്കണമെന്ന് പറയാൻ കാരണം ഇതിൽ അമിനോ ആസിഡുകൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് കാരണം നമ്മുടെ മുടിയിൽ കെരാറ്റിൻ നമ്മുടെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതിന് പണ്ട് കാലത്ത് നമ്മൾ ഷാമ്പൂ, ഇങ്ങനെ പതഞ്ഞു വരുന്ന ഷാമ്പൂ ഒന്നും അല്ല ഉപയോഗിച്ചിരുന്നത്. ഇതുപോലെ നമ്മുടെ നാടൻ താളിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കാരണം ഇതിന് പ്രത്യേക ഒരു മണമാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഈ കറിവേപ്പിലേക്കും നമ്മുടെ കറ്റാർവാഴയ്ക്കും അതുപോലെ പനിക്കൂർക്കയ്ക്കും ഒരു പ്രത്യേക മണമുണ്ട്. അപ്പം ആ മണമാണ് നമ്മുടെ തലയിലേക്ക് കിട്ടുന്നത്. അത് നമ്മൾ എക്സ്ട്രാ മണമൊന്നും ആഡ് ചെയ്യണം. മുടിയിൽ നമ്മൾ നല്ലതായിട്ട് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് നമ്മുടെ തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പാടുള്ളൂ. മുടിയിൽ നല്ലതായിട്ട് ഒരു 10-15 മിനിറ്റോളം നല്ലതായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അരച്ച അത് ഒന്നെങ്കിൽ അരിച്ചെടുത്ത് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ ഈ വേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വേപ്പില നമുക്ക് നീം വേപ്പിൻ്റെ ആര്യവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.
അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ വേറെ പേരയിലയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്രയും സാധനമേ ഇന്ന് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ നമ്മുടെ മുടിക്ക് നല്ല ഒരു കട്ടി വർദ്ധിപ്പിക്കാനും നമ്മുടെ തലയോട്ടിയിൽ നല്ല രക്തഓട്ടം വർദ്ധിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഉലുവ ഉപയോഗിക്കുന്നത്. ഇത് തലേദിവസം നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ഉലുവയാണ്. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സിയിലിട്ടോ അരകല്ലിലിട്ടോ ഒക്കെ അരച്ചെടുക്കാം. അരയ്ക്കുമ്പം നമ്മൾ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത്. കഞ്ഞിവെള്ളം ശരിക്കും നമ്മുടെ മുടിയുടെ ഒരു കണ്ടീഷണറായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ മുടിയുടെ വേരുകൾക്ക് ശക്തി നൽകാനും മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കഞ്ഞിവെള്ളം ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. തണുത്ത വെള്ളമോ അല്ലാതെ പച്ചവെള്ളമോ ഒന്നും അല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു രൂപത്തിലാണ് കിട്ടുന്നത്. ഇത് നമുക്കൊന്ന് ഒരു വെള്ള തുണി എടുത്തിട്ട് അതുപയോഗിച്ച് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ ചാറ് മാത്രം നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാമെന്നാണ്. അതിനകത്ത് ബാക്കിയുള്ള ആ വേസ്റ്റ് നമുക്ക് വേണമെങ്കിൽ തലയിൽ തേക്കാം. പക്ഷേ അത് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് തല കഴുകേണ്ടി വരും. നല്ല ഒഴുക്കുള്ള വെള്ളത്തിലാണ് നമ്മൾ തല കഴുകുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. മുടിയിൽ പറ്റി പിടിച്ചിരിക്കുന്നത് വേഗം പോവുകയും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നമുക്കിതുപോലെ ഒരു വെള്ളം രൂപത്തിലുള്ള ഒരു മിശ്രിതമാണ് നമുക്ക് അരിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. അത് കണ്ടപാടെ ഞാൻ ആദ്യം എൻ്റെ തലയിലേക്ക് അങ്ങ് തേച്ച് കൊടുത്തു. ഇനി നമുക്കത് നമ്മുടെ മുടിയുടെ റൂട്ടിലേക്കാണ് തേച്ച് കൊടുക്കേണ്ടത്. മുടിയുടെ ഏറ്റവും റൂട്ടിൽ മുടി എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെയാണ് നമ്മൾ ആദ്യം ഫുള്ള് തേച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ചീപ്പെടുത്ത് ഈരിയിട്ട് തേച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ ഓരോ വകുപ്പായിട്ട് വകഞ്ഞ് എന്നിട്ട് ചെറിയൊരു മസാജൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിനുശേഷം മുടി പകുതിയായിട്ട് എടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെ ഈ മിശ്രിതം ചെന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ, ആ ഒരു ഭാഗത്തെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ഒത്തിരി മുടിയുണ്ടോ കുറച്ച് മുടിയുണ്ടോ അതിനാവശ്യത്തിനുള്ള മിശ്രിതം മാത്രം എടുത്താൽ മതി. പിന്നെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് ഉപയോഗിക്കാതിരിക്കുക മാക്സിമം. നമുക്ക് എപ്പോഴാണോ വേണ്ടത് അപ്പം തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ ഉള്ളത് മാത്രം നമ്മൾ എടുത്ത് ഉപയോഗിക്കുക. റൂട്ടിൽ മാത്രമല്ല മുടിയുടെ അറ്റം വരെ നമ്മളിത് തേച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ ഒരു ഗുണം കിട്ടത്തുള്ളൂ. പിന്നെ നമ്മളിതൊരു 10-15 മിനിറ്റോളം കെട്ടിവെക്കുക. തല നന്നായിട്ട് കെട്ടിവെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് എല്ലായിടത്തും മുടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ കെട്ടിവെച്ചൊരു 15 മിനിറ്റിന് ശേഷം എന്താണേലും കഴുകി കളയണം. കാരണം ഓൾറെഡി നമ്മൾ 15 മിനിറ്റ് എണ്ണ തേച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പനി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ വരും. പിന്നെ എൻ്റെ പുരുകത്തിലൊക്കെ ചെറിയ താരം വന്നിട്ടുണ്ടായിരുന്നു. കാരണം തലയിൽ ഫ്രണ്ടിലുള്ളതൊക്കെ താഴോട്ട് പൊഴിഞ്ഞു വീണ് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ കൂടെ കുറച്ച് ഈ താളി തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് സംരക്ഷണത്തിന് വേണ്ടി ഞാൻ ഇതും കൂടെ എണ്ണയും തേച്ച് കൊടുത്തിരുന്നു. എണ്ണ തേച്ച് കൊടുക്കുന്നതിനോണ്ടൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലെ ചെറിയൊരു മസാജൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ 5-10 മിനിറ്റ് കെട്ടിവെച്ചു. വളർച്ചയെ ബാധിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനമായി നമ്മുടെ ജീവിതത്തിലെ മാറ്റം തന്നെയാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത്, മാനസിക പിരിമുറുക്കം, ഇതൊക്കെ കൂടുന്നത് കാരണം നമ്മുടെ മുടിമുഴിച്ചിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ ഘടകങ്ങളാണ്. എല്ലാവരും നമ്മൾ ചർമ്മ സംരക്ഷണത്തിന് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും പാട് വന്നാൽ നമ്മൾ വേഗം അതിന് എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയി എടുക്കാറുണ്ട്. പക്ഷെ പലരും അത് നമ്മുടെ മുടി കൊഴിയുന്നതിനോട് പലരും അത് ശ്രദ്ധിക്കാറേയില്ല. ചെമ്പരത്തിയിൽ ഞാൻ തേച്ച ചെമ്പരത്തി താളിയാണ് ഞാൻ നിങ്ങളെ ഇന്നിവിടെ കാണിച്ചത്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് മുടി കൊഴിച്ചിലകറ്റാനും താരൻ ശമിപ്പിക്കാനും മുടിക്ക് ബലവും ആരോഗ്യവും നൽകാനും സഹായിക്കുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പം നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനും മടിച്ചു നിൽക്കേണ്ട. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ നിങ്ങളുടെ സംശയം എന്നോട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഗൈസ്, ബൈ ബൈ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.